എന്നിട്ടേ ഈ കാവലിരിക്കണ അവൾ തുറന്നില്ലേ? 2-3 പ്രാവശ്യം തട്ടി. എന്നിട്ട് ലാസ്റ്റ് പ്രാവശ്യം വിളിച്ചപ്പോ പറഞ്ഞ് ഇനി വിളിച്ചു കഴിഞ്ഞാ അപ്പൊ തന്നെ എന്നെ ഒന്ന് ശരിയാക്കുമെന്ന്. എന്നാ പിന്നെ നീ ഇനി വിളിക്കാൻ നിൽക്കണ്ട. അവൾ ഒന്നാമതേ കലിയെടുത്തിരിക്കുകയാണ്. അവള് കലി എടുത്തല്ലോ, എല്ലാവിടെ കലി കയറ്റിയതല്ലേ. വിളിക്കല്ലേ, അവള് മണ്ട അടിച്ച് പോണം. അതല്ലേ ഞാൻ വിളിക്കാതിരിക്കുന്നേ. വിളിക്കായിരുന്ന നിനക്കുള്ള പാറുവേ, ഞാനങ്ങ് പടവലത്തങ്ങ് പോയാലോന്ന് ആലോചിക്കുക. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എന്തായാലും നീ ഒന്നും പറഞ്ഞോ, പിന്നെ എനിക്ക് കുറച്ച് സമാനം വേണം. ഞാനും വരും. ബാഗ് എടുത്തോണ്ട് എവിടെ പോണു? എവിടെ പോയി ചേച്ചി? ഈ ലോകത്ത് പോകാനായിട്ട് കുറെ സ്ഥലം ഉണ്ടല്ലോ. ഭൂമിങ്ങനെ നിരന്ന് വരുന്ന കിടക്കുമല്ലേ, ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ശിവ ശിവ എന്തോന്ന്? എന്തിനാ അമ്മുമ്മയെ വിളിക്കുന്നേ? ഞാൻ നെയ്യാറ്റിൻകരയിൽ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാ, നിലമ്പൂര്. പോകാൻ ഇറങ്ങിയോ? നെയ്യാറ്റിൻകരയിൽ പെർമിഷൻ മേടിച്ചിട്ടുണ്ടെന്ന്. ആരോട് പെർമിഷൻ മേടിച്ചാലും ഇപ്പം ഇവിടുത്തെ ഗ്രഹനാഥ ഞാനാ. എന്റെ പെർമിഷൻ ഇല്ലാതെ പോന്നെ എനിക്കൊന്ന് കാണണം. അമ്മുമ്മ എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നേ? ഞാൻ ഇവിടുന്ന് പോകാനുള്ള ഏറ്റവും വലിയ കാരണം അമ്മുമ്മയാണ്. എന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നതും ചീത്ത പറഞ്ഞൊക്കെ അമ്മുമ്മ തന്നെയാണ് ഇവിടെ. என்ன சிவா இப்படி எல்லாம் அம்மாவை சொல்ற? அம்மா எல்லாரையும் திட்டுவாங்க, ஆனா அது பாசத்தினால, മനസ്സിൽ എല്ലാം വെച്ചുക്ക മാട്ടാങ്ക. അയ്യോ, പാസത്തിനെ പറ്റിയൊന്നും പറയല്ല ആന്റി, എനിക്ക് മതിയായി മടുത്തു. ഇത്രയ്ക്ക് അഹങ്കാരമാണെങ്കിൽ പോട്ടേതേ, എന്തിനാണ് പിടിച്ചു വെക്കണേ? എന്തോ എന്തോ അഹങ്കാരം? എനിക്ക് തന്നെ ചേച്ചി, എനിക്കാണ് അഹങ്കാരം. എനിക്ക് അഹങ്കാരം എന്നുള്ള ടൈറ്റിൽ വാങ്ങി തന്നതിന്റെ ചേച്ചിയാണല്ലോ. സന്തോഷം, നന്ദിയുണ്ട് കേട്ടോ. എന്തായാലും പോകാൻ ഇറങ്ങിയതല്ലയോ, പോ. അമ്മുമ്മ ശിവ 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 എന്തോന്നടി? നീ എവിടെ പോണ്? നീ ആ ബാഗ് എടുത്തേ. ഞാൻ ഇവിടെ മലവള കണ്ടില്ലേ? നീ കയ്യട് കയ്യട്. വേറെ ആര് പറഞ്ഞാലും ഞാൻ ഫോട്ടോ വെക്കും കേശുവേ, പക്ഷെ നീ പറയരുത്. നീ മാറിപ്പോയടാ, നീ വേറെ ആരോ ആയിപ്പോയി. എനിക്ക് നിന്നെ അറിയത്തില്ല, നീ പോ. എന്തായാലും ഞാനാണല്ലോ ഇപ്പൊ ഇവിടുത്തെ അധികപ്പറ്റ്. ഞാനിങ്ങ് പോയേക്കാം. അപ്പൊ ഇവിടെ എല്ലാവരുടെ പ്രശ്നവും തീരും, മനസ്സമാധാനം തിരിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ ദൈവത്തെ ഓർത്ത് ആരും എന്നെ വിളിക്കണ്ട. ഞാനോട്ട് അങ്ങോട്ടും വിളിക്കത്തില്ല, നിങ്ങളോട്ട് ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ട, കേട്ടല്ലോ? എനിക്ക് വിളിക്കാലോ. എങ്ങാനും വിളിച്ചാ പാറു സ്വഭാവം അറിയും. കൊച്ചെ കൊച്ചെ കൊച്ചെ, ഷോ കാണിക്കാം, പക്ഷെ ഓവർ ഷോ കാണിക്കും. ചാച്ചിന് മിണ്ടി പോലുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എവിടെ പോണി? നീ എവിടെ പോണ്? ഓ, ഞാൻ മാറിപ്പോയെന്നല്ലേടി. നീ ബാഗ് ഊരിക്കേ. ബാഗ് ഊരി ശിവ, ബാഗ് ഊര് ഊര് ബാഗ് ഊര്. നീ എവിടെ പോണു? ശിവ, എന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ വീട്ടില് നിന്നെ ഞാൻ മനസ്സിലാക്കണ പോലെ ഒരൊറ്റ മനുഷ്യന് മനസ്സിലാക്കിയിട്ടില്ല. കൊച്ച നിനക്ക് കാര്യം അറിയൂടി? നീ ചെന്നൈ പോകുമ്പോഴേ എല്ലാ ദിവസവും നിന്നെ പറ്റി ആലോചിക്കും. വേറൊരാളെ പറ്റി ഞാൻ ആലോചിക്കാറില്ല. എല്ലാ ദിവസവും മറക്കാതെ എന്റെ കൊച്ചു ഫുഡ് കഴിച്ചോ, അതാണോ ഇതാണോ ചോദിച്ചോക്ക്. ചേച്ചിന് ചോദിച്ചോക്ക്. നീ മകളെ, നീ എന്നോട് വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. ഞാൻ മാറിപ്പോയെന്ന് നീ പറയല്ലേ. ഞാൻ എന്താണെന്നറിയൂടി, നിന്നെ ഇന്ന് കുറച്ച് അകന്ന് നിന്നേ. നീ എന്നെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് തോന്നിയുണ്ട്. എൻ്റെ കൊച്ചു സ്വന്തം കാലിൽ നിൽക്കണമെന്ന് എനിക്ക് തോന്നിയുണ്ട്. ഈ സഹോദരങ്ങളാണെങ്കിൽ പോലും നമ്മളെ കൂട്ടുകാരെ പോലെ അല്ലേടി. അതെ, എല്ലാവരുമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത് എൻ്റെ കൊച്ചാണ്. എൻ്റെ പിള്ളേരെല്ലാം പറയാൻ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിൽ ഉണ്ടെങ്കിൽ അറിയാല്ല, ഏറി കയറ്റിഞ്ഞല്ലേ ചേച്ചി. ശിവ എവിടെ പോണോ അവിടെ കേസ് കാണും. അതിപ്പോ ജീവിക്കാനായാലും ശരി തന്നെ, മരിക്കാനായാലും ശരി തന്നെ, കേട്ടല്ലോ? എന്നാലേ ഇപ്പളേ ഒരു ഷോഡ നാരങ്ങ വെള്ളം അടിക്കാൻ പോയാലോ? സൂപ്പർ ആയിരിക്കട്ടെ.
അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ശിവചേച്ചിയും കേശുവാണ് മച്ചമ്പിമാര്. ഇപ്പൊ ലച്ചുചേച്ചി ആരായി? ഓ നമുക്കൊന്നും ആരുമില്ലേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.